Maiva Silks, Kasaragod, Kanyanad, Mangalore. ഇവിടെ വന്നിട്ടാകുമ്പോൾ പ്രൈമറി കോൺടാക്റ്റ് ഉള്ള പേഷ്യൻ്റാണ്. സിംറ്റംസ് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടുന്ന് പറഞ്ഞു 60 പേര് പെൻഡിങ് ആണ് എടുക്കാൻ. അപ്പോൾ ഡോക്ടറോട് സംസാരിച്ച് ഡോക്ടർ പറഞ്ഞു വന്നാൽ അത്യാവശ്യമാണെങ്കിൽ എടുത്തു പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ പോകേണ്ട സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് പറഞ്ഞത് ഇവിടുന്ന് എടുത്തിട്ട് പോയാൽ മതി. ഇവിടെ ഈ രീതിയിൽ പോയാൽ ഒരുപക്ഷെ ഈ കാസർകോട്ടെ രോഗത്തിൻ്റെ വ്യാപനത്തെ തടയാൻ പോലും നമുക്ക് കഴിയില്ല. കേവലം റോഡിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. അറൗണ്ട് 5 മണിക്കൂറായി ഇവിടെ വെറുതെ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പരിശോധനയ്ക്ക് നിന്നില്ല, ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് ഷുവറല്ല, ഇനി 6 മണി വരെ നിന്നാൽ എന്നെ വിളിക്കുമെന്ന് ഞങ്ങൾക്ക് ഷുവറല്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നതാണ്. ഈ ആശുപത്രിയിലേക്ക് ഒരു സ്പെഷ്യൽ മെഡിക്കൽ ടീമിനെ ആരോഗ്യവകുപ്പ് നിയമിക്കണം. പ്ലീസ്, ഇതൊരു അഭ്യർത്ഥനയാണ്. ഞാൻ 8:30 മണിക്കാണ് ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ തുറന്നത് 11 മണിക്കാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഓപ്പൺ ചെയ്തത്. അതിനേക്കാളും മുമ്പ് ഞാൻ ഇവിടെ വന്നതാണ്. ഞാൻ ഡയറക്റ്റ് ഇവിടുത്തെ മുനിസിപ്പൽ ഏരിയയിലുള്ള പേഴ്സണായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉള്ള ഒരാളാണ്. പക്ഷേ ഇതുവരെ ഇന്ന് 2 മണിയായിട്ടും എനിക്ക് ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അവർ പിരിച്ചുവിടുന്നത് അല്ലെങ്കിൽ ആളെ നോക്കിയിട്ടല്ല, നമ്പർ വൈസ് ആയിട്ടല്ല, ഓർഡർ വൈസ് ആയിട്ടല്ല ഇവർ ടെസ്റ്റ് ചെയ്യുന്നുള്ളത്. ആൾക്കാരെ നോക്കിയിട്ടാണ് ഇവിടുത്തെ. ഞാനിപ്പോൾ ഏകദേശം 4-5 മണിക്കൂറായി വെറും വെള്ളം പോലും ഇല്ലാതെ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവരാളെ നോക്കിയിട്ടാണ് അകത്ത് നമ്മൾ കയ്യൊക്കെയുള്ള കാര്യക്കാരനെ പോലെയാണ് ഇവർ പെരുമാറുന്നത്. നമ്പർ വൈസ് ആയിട്ട് കിട്ടുന്നില്ല. ശരിയായ ഓർഡർ വൈസ് ആയിട്ട് കൊടുത്തെങ്കിൽ സജ്ജീകരണ കുറവാണ്. അവർ പകുതിയാളെ നോക്കി പകുതിയാളെ എല്ലാവരും തിരിച്ചയക്കുന്നില്ലെങ്കിൽ ഒന്നാമത് അതിൻ്റെ അകത്തില്ല. ഇത് ടെസ്റ്റിന് ചെക്ക് ചെയ്യാനുള്ള ആൾക്കാർ കുറവാണ്. 4 പേരെ വെച്ച് വിടുന്നതാണ്. അവരെ കൊണ്ടൊന്നും ചെയ്യില്ല. അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരല്ല, വേറെ ആളില്ല. പുറത്തുള്ള സിസ്റ്റർമാരാ, നഴ്സുമാരാ, അല്ലാതെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞിട്ട് വന്നതാണ്. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ എനിക്കും സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നതാണ്. കാരണം ഞാൻ അറൗണ്ട് 5 മണിക്കൂറായി ഇവിടെ വെറുതെ ഇവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പരിശോധനയ്ക്ക് നിന്നില്ല, ആവശ്യമില്ല. കാരണം ഞങ്ങൾക്ക് ഷുവറല്ല, ഇനി 6 മണി വരെ നിന്നാൽ എന്നെ വിളിക്കുമെന്ന് ഞങ്ങൾക്ക് ഷുവറല്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നതാണ്. അത്രേ ഉള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ കൊറോണ വൈറസിൻ്റെ COVID-19 ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ തന്നെ കാസർഗോഡ് ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത്, ഏറ്റവും കൂടുതൽ രോഗികൾ പരിശോധനയ്ക്ക് വരുന്നത്. അതിൽ ഇവിടെ വരുന്ന ആളുകളെ ഇവിടെ ഉള്ള സജ്ജീകരണം വെച്ചിട്ട് ഇവിടുത്തെ സ്റ്റാഫും ബന്ധപ്പെട്ട ഡോക്ടർമാരും ഒക്കെ നന്നായി പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ഭയാനകരമായ ഒരവസ്ഥ കാസർഗോഡ് ജില്ലയിലുണ്ടായിട്ടും ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ രംഗത്ത് എന്താണ് അധികമായി ഉള്ളത് എന്നാണ് ഞങ്ങൾക്കറിയേണ്ടത്. ഇവിടെ ഈ രീതിയിൽ പോയാൽ ഒരുപക്ഷെ ഈ കാസർകോട്ടെ രോഗത്തിൻ്റെ വ്യാപനത്തെ തടയാൻ പോലും നമുക്ക് കഴിയില്ല. കേവലം റോഡിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചത് കൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഈ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട പോസിറ്റീവ് കേസുമായി നേരിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എന്താണ് ഇവിടെ സജ്ജീകരണങ്ങൾ? അതിനുവേണ്ടി എന്താണ് ഇതിന് ചെയ്യേണ്ടവർ ചെയ്യുന്നത്? ഈ ജനറൽ ആശുപത്രിയിലെ സംവിധാനത്തെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. ഇവിടെയുള്ള ഡോക്ടർമാരായാലും മറ്റു ഉദ്യോഗസ്ഥന്മാരായാലും അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോട് താഴ്മയായി പറയുന്നു, നിങ്ങളോട് ചോദിച്ചിട്ടാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കാസർഗോഡ് സംവിധാനങ്ങളെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ ഇവിടേക്ക് വേണ്ട ഒരു സംവിധാനം ഉണ്ടാക്കുക. കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ എന്തെങ്കിലും ഒരവസ്ഥ നമ്മുടെ ജില്ലാ കളക്ടർക്ക് അറിയുമോ? അദ്ദേഹം ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഞാനിത് വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതുകൊണ്ട് ഈ ആശുപത്രിയിലേക്ക് ഒരു സ്പെഷ്യൽ മെഡിക്കൽ ടീമിനെ ആരോഗ്യവകുപ്പ് നിയമിക്കണം.
പ്ലീസ്, ഇതൊരു അഭ്യർത്ഥനയാണ്, ആരോഗ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയോടുമുള്ള അഭ്യർത്ഥനയാണ്. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, അംഗീകരിക്കുന്ന ജനങ്ങളാണ് കാസർഗോഡുള്ളത്. നല്ല കാര്യങ്ങൾ ഗവൺമെൻറ് ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് ആ രീതിയിൽ എന്തെങ്കിലും ഒരു സംവിധാനം നിങ്ങൾ ചെയ്തോ എന്നുള്ളത് പരിശോധിക്കണം. ഞങ്ങൾക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇവിടേക്ക് ഒരു പ്രത്യേക ടീമിന് ആരോഗ്യവകുപ്പിൻ്റെ നിയമിക്കണം. ഇത് എല്ലാം കൺട്രോൾ ചെയ്യാൻ, ഇതെല്ലാം അവലോകനം ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഓഫീസർ ഇവിടെ ഉണ്ടാവണം. ഉണ്ടായില്ല എങ്കിൽ ഒരുപക്ഷെ നാളെ അതിൻ്റെ പേരിൽ ഖേദിച്ചിട്ട് ഫലമില്ല. അങ്ങനെ ഉണ്ടാവണം. ഇവിടെ സന്നദ്ധ പ്രവർത്തകന്മാരുണ്ട്, ആരോഗ്യവകുപ്പിലെ ജീവനക്കാരുണ്ട്, ഈ ജനറൽ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്ക് കഴിയുന്ന രീതിയിൽ ഭക്ഷണമില്ലാതെ അവരുടെ ഡ്യൂട്ടി സമയം പോലും നോക്കാതെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് അവരെ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ നിൽക്കുന്നത് വല്ലാത്തൊരു വിഷമത്തിൻ്റെ ഘട്ടത്തിലാണ്. കാരണം ഈ പ്രവാസികളായിട്ടുള്ള ആളുകൾ സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച്, ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ കൃത്യസമയത്ത് കാസർഗോഡ് ഗവൺമെൻറ് ആശുപത്രിയിൽ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് എത്തിയ സമയത്ത് അവർക്ക് പരിശോധനയ്ക്ക് കടന്നു പോകാൻ 6 മണിക്കൂറുകളോളം വരുന്ന സമയം ആവശ്യമായി വരുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ 10-15 പേർക്ക് മാത്രം പരിശോധിക്കാനുള്ള ഒരവസ്ഥയുണ്ടാകുമ്പോൾ ഇവിടെ എത്തുന്ന പരിശോധനക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 100-ൽ കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഇവിടുത്തെ അധികൃതർ ഹാൻഡിൽ ചെയ്യുക, അഥവാ കൈകാര്യം ചെയ്യുക? അപ്പോൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാരണം 15-20 ആളുകളെ പരിശോധിക്കേണ്ട ഒരു ഇടത്ത് 100-ൽ കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പരിശോധിക്കും? അപ്പോൾ ഇവിടെ വേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്പെഷ്യൽ വിങ് തന്നെയാണ്. കാരണം നമുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാകുന്നു. കാരണം പരിശോധനക്കായി എത്തിയവരിൽ പലരും മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം. അവർ വളരെ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഇവിടെ വരുന്നത്. ഞങ്ങളോട് സർക്കാർ പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ട്, കൂടെയുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ഉടൻ തന്നെ ആശുപത്രിയിലെത്തുക എന്നുള്ളത് സർക്കാരിൻ്റെ നിർദ്ദേശമാണ്. ആ ഒരു വിശ്വാസത്തിൽ ഇവിടെ വരുന്ന ആളുകൾ 5-6 മണിക്കൂറും കാത്തു നിന്നതിന് ശേഷം മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് വിഷമമുണ്ടാക്കുന്ന ഒരു കഥ തന്നെയാണ്. എന്തായാലും വളരെ വിഷമത്തോടു കൂടി പറയട്ടെ, കൃത്യമായ സജ്ജീകരണങ്ങൾ കാസർഗോട്ടെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിർബന്ധമായും ആവശ്യമാണ്. ക്യാമറ പേഴ്സൺ വിമിഷ വിനോദിനോടൊപ്പം ഖാദർ കരിപ്പൊടി, പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.